ജീവിതത്തിൽ വളരെയേറെ കയ്പുനീര് കുടിച്ച ഒരു സഹോദരിയാണിത്. പ്രണയിച്ച കാമുകൻ വഞ്ചിച്ച് കടന്നുപോയൊരു സാഹചര്യം, ഗർഭിണിയാക്കുകയും ഉപേക്ഷിക്കുകയും പിന്നീട് കുഞ്ഞിനെ പറന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാൾ സ്ഥലം വിടുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ മനോവേദനയിൽ മനോരോഗിയായി മാറിയ ഈ സുഖി മുർമു കുഞ്ഞിനെ തേടിയുള്ള പരക്കം പാച്ചിലിൽ ഇങ്ങനെ നാടിൻ്റെ അതിർത്തികളൊക്കെ ഭേദിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആയിരക്കണക്കിന് അശരണരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കലൈപുരം ആശ്രയ സങ്കേതത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണെന്ന്. 2018 വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ ഒരു യുവതിയെ കുണ്ട്ര പോലീസ് കലൈപുരം സങ്കേതത്തിലെത്തിച്ചു. ഇന്ന് 7 വർഷത്തോളം കഴിഞ്ഞു. ഇന്ന് ആ യുവതിയുടെ ബന്ധുക്കൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിരിക്കുകയാണ് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതിൻ്റെ ചില കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വസുദേവ് മുർമു, വിജയ് ദേവ് മുർമു രണ്ടാളുകളാണ് ഇന്ന് സുഖി മുർമുവിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നത്. എന്തായാലും അവരുടെ ആ കൂടിച്ചേരൽ അവരുടെ മനസ്സിനെ തണുപ്പിച്ചു. ഈ മുർമുവിൻ്റെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ശരിയായ നിലയ്ക്ക് അവർക്ക് സാധാരണഗതിയിൽ സ്വസ്ഥ ബുദ്ധിയോടുകൂടി സഹോദരന്മാരോടൊപ്പം സ്വന്തം നാട്ടിൽ ബന്ധുമിത്രാദികളോടൊപ്പം ജീവിക്കാനുള്ള ഒരു ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഈ കുട്ടിയെ നമ്മൾ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. ഇന്ന് ഈ അവരുടെ സ്വന്തം സഹോദരിയെ അവർക്ക് വിജയ് മുർമു ഒരു സഹോദരൻ, അതുപോലെ തന്നെ വിജയ് മുർമു, ഇവർക്ക് ഈ മുർമുവിനെ വസുദേവ് മുർമു അവർക്ക് ഇന്ന് നമ്മുടെ സുഖി മുർമുവിനെ ഏൽപ്പിച്ച് നൽകുകയാണ്. എൻ്റെ ഭാര്യ മിനി ജോസ് അവരെ കൈപിടിച്ച് സഹോദരന്മാർക്ക് കൈമാറുന്നു. കൈപിടിച്ച് കൊടുക്കുക. സുഖി മുർമുവിനെ അവരുടെ സഹോദരനോടൊപ്പം വിടുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ആശ്രയ കുടുംബത്തോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന സുഖി മുർമു ഇന്നു വീട്ടിൽ എപ്പോഴും കാണുമ്പം കുട്ടിയെ കാണണം എന്നെ കാണുമ്പോൾ പറയും, എനിക്ക് നാട്ടിൽ പോകണം എന്നുള്ളത് മലയാളമോ പറയുന്നത്. നാട്ടിൽ പോകണം കുട്ടിയെ കാണണമെന്ന് പറയും. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ശരിക്കും സങ്കടമായിരുന്നു അവളുടെ ബന്ധുക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധുക്കളെ കണ്ടെത്തുകയും കുട്ടിക്കിപ്പോൾ ഒരു 11 വയസ്സ് കാണും. അപ്പം ചെറിയ കുട്ടികളെയൊക്കെ ഇവിടെ കാണുമ്പോൾ ഇരുന്ന് കരയുകയും വിഷമം പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പല സാഹചര്യങ്ങളിൽ. അതിനിടയ്ക്ക് ഇവൾ വന്നതിന് ശേഷം 2 മാസത്തോളം അവൾക്ക് പനി വന്ന് തീരെ അങ്ങ് ബെഡഡായി, തളർന്നു പോയി. 2 മാസം കിടന്നുപോയി. ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മുടെ ഡോക്ടർമാരൊക്കെ നല്ല ചികിത്സകളൊക്കെ നൽകി വീണ്ടും പഴയ ഒരു സാഹചര്യത്തിലോട്ടാളിനെ എത്തിച്ചു. ഒത്തിരി സന്തോഷം എന്തായാലും ബന്ധുക്കൾ വന്ന് അവരുടെ കൂടെ പോകാൻ പറ്റുന്നതിൽ. ഓക്കെ, വസുദേവും അതുപോലെ തന്നെ വിജയ് ചേർന്ന് അവരുടെ കൈ ഏറ്റുവാങ്ങിയാട്ട് രണ്ടുപേരുടെ കയ്യിലോട്ട് കൊടുക്കും. രണ്ടുപേരുടെ ചേർന്ന് കൈ കൊടുക്കും. तो अभी उधर से घर से ही आया. आने के बाद इधर पता चला हाँ इधर ही है, तो अभी लेके जाएंगे. देखा कि अच्छा है. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കോൾ വന്നു. 8 വർഷമായി ഇപ്പം ഞങ്ങൾ കൊണ്ടുപോവാണ്. അവർക്കെല്ലാം സന്തോഷമായി. കുഴപ്പമൊന്നുമില്ല. अच्छा लगा ना अभी कुछ प्रॉब्लम नहीं. अच्छा लगा कुछ बहुत अच्छा लगा. ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നോ? आप लोग ढूंढ रहा था कि इसको इधर का कैसे पता चला? इधर से पुलिस स्टेशन में खबर किया. अच्छा, उधर से हमारा उधर का पुलिस स्टेशन में खबर किया. अच्छा, उधर से हम लोगों को खबर किया. अच्छा. അപ്പോൾ ഇവിടുന്ന് പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പോലീസിനോട് ബന്ധപ്പെട്ട് അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ മനോവേദനയിൽ മനോരോഗിയായി മാറിയ ഈ സുഖി മുർമു കുഞ്ഞിനെ തേടിയുള്ള പരക്കം പാച്ചിലിൽ ഇങ്ങനെ നാടിൻ്റെ അതിർത്തികളൊക്കെ ഭേദിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന് പല സംസ്ഥാനങ്ങൾ കയറി ഇറങ്ങി കേരള നാട്ടിൽ കുണ്ട്രയിലെത്തുകയും കുണ്ട്ര പോലീസ് മുഖാന്തരം സുഖി മുർമു കലൈപുരം ആശ്രയയിലെ സുരക്ഷിത തണലിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. 8 വർഷക്കാലം ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോടൊപ്പം ഇവിടുത്തെ സുഖദുഃഖങ്ങളൊക്കെ പങ്കിട്ട് ഇവിടെ ജീവിക്കുകയും വിദഗ്ധമായ മനോരോഗ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ശ്രീമതി സുഖി മുർമുവിനെ അവരുടെ സഹോദരങ്ങളായ വസുദേവ് മുർമുവിനും ഒപ്പം വിജയ് ദേവ് മുർമുവിനുമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വാ പ്ലീസ്, 2 പേരും കൂടെ വന്ന് കൈമാ പ്ലീസ്. ഓക്കെ, നടന്നു അങ്ങോട്ട് നടന്നു പോയിക്കോട്ടെ. വന്നാൽ
8 വർഷം മുമ്പ് ആശ്രയിലെത്തിയ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കും സ്നേഹത്തിനും പരിചരണത്തിനും ഒക്കെ ശേഷം സുഖി മുർമുവിനെ ഇവിടെ കൊണ്ടുവന്നത് കുണ്ട്ര പോലീസുകാരാണ്. ഇതുപോലെ സമനില തെറ്റി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുഖി മുർമുവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നാട്ടിലേക്ക് അവരുടെ അഡ്രസ്സുകൾ പറയുകയും അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനൊക്കെ അങ്ങനെ സഹായിക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നോ അതോ? ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം വന്നപ്പോഴേ മാനസിക രോഗത്തിന് അടിമയായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേ നാളുകൾ കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തേക്ക് ഒരു പനി പിടിച്ച് 2 മാസക്കാലം പുള്ളിക്കാരത്തി തീരെ തളർന്നു കിടക്കുന്നത് പോലെ ഞാൻ കിടപ്പായിരുന്നു. ഡോക്ടേഴ്സൊക്കെ അവസ്ഥ ഒരുപാട് സീരിയസ് ആണെന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നൊക്കെയും അനന്തരമായിട്ടുള്ള ചികിത്സയുടെ ഫലമായിട്ട് പുള്ളിക്കാരത്തി റിക്കവർ ആവുകയും വീണ്ടും പൂർണ്ണമായ ആരോഗ്യത്തോടെ ആവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോകുന്നതിൽ സന്തോഷമാണോ, പോകുന്നതിൽ സങ്കടമുണ്ടോ? തീർച്ചയായിട്ടും സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സന്തോഷമുണ്ട്. കാരണം എപ്പോഴും അവർക്കൊരു മകനുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയെന്നാണ് അറിയുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് അവർ മരണപ്പെട്ടു പോയത്. പിന്നെ സഹോദരങ്ങളുണ്ട്, അവരോടൊക്കെ കൂടെ ജീവിക്കുന്നതായിരിക്കും എപ്പോഴും അവർക്ക് നല്ലത്. പിന്നെ നമ്മുടെ ആശ്രയ കുടുംബത്തിൽ നിന്നൊരു മെമ്പർ പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എപ്പോഴും നമ്മൾ കാണുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അവരുടെ അറിഞ്ഞും കേട്ടും ഇരിക്കുമ്പോൾ അതിലൊരാൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഏവർക്കും ഒരു സന്തോഷമാണ് ഇന്ന്. വളരെയേറെ സങ്കടവുമുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും നാളും ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഇന്ന് തിരിച്ചു പോകുകയാണെന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ആ വിഷമങ്ങൾ മാറ്റി നിൽക്കുക. ആൻറ്റി സ്വന്തം നാട്ടിലോട്ട് പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ആൾക്കാരെ ബന്ധുക്കളെല്ലാം കാണാൻ സാധിക്കുമല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും ആഹാരം എല്ലാം കൊടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു വിഷമമുണ്ട്. എത്ര വർഷമായിരുന്നു ഈ ആൻറ്റി ഇവിടെ വന്നിട്ട്? 7-8 വർഷത്തോളമായിരുന്നു വന്നിട്ട്. എങ്ങനെയായിരുന്നു? നിങ്ങളോടൊക്കെ നല്ല സഹകരണമൊക്കെ ആയിരുന്നു? സഹകരണമൊക്കെ ആയിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ വീട്ടുകാരെ കാണാത്തതിൻ്റെ ഒരു ഇത് കാണും, പക്ഷേ എങ്കിലും നമ്മളോട് എല്ലാവരും ഒരു സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ പോകുമ്പോൾ ഒരു വിഷമമുള്ളത്. വിഷമമുണ്ട്. പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് 8 വർഷമായി. ഇവിടെയായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് പുള്ളിക്കാരി ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് സങ്കടമുണ്ട്. എന്നാലും വീട്ടുകാർ വന്ന് കൊണ്ടുപോകുന്നത് സന്തോഷമുണ്ട്. 8 വർഷമായിട്ട് മറ്റൊരു സംസ്ഥാനക്കാരിയായിട്ട് പോലും നമ്മുടെ കൂടെ നല്ല സ്നേഹത്തോടെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പോകുന്ന ആ ഒരു വിഷമം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ പുള്ളിക്കാരത്തെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. ബന്ധുക്കളെ കാണാനും എല്ലാം കാണാനൊക്കെ പറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട്.